സ്നേഹിക്കുന്ന ഒരാളാണ്. 100% തൃശ്ശൂർക്കാരനാണ്. അതാണ് ഒരുപാട് തവണ പൂരപ്പാട്ടുകൾ ഇറക്കിയ. എന്നാൽ മാതൃഭൂമി ന്യൂസിലൂടെ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ മാതൃഭൂമി തൃശ്ശൂരാണ്. അതെ. അപ്പോൾ ഈ പൂര ദിവസം ഈ തത്സമയ സംരക്ഷണത്തിന്റെ ഭാഗമാകാൻ സാധിച്ച സന്തോഷം. ഇത് ശരിക്കും ഒരു ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തുടക്കം ഇന്നാണല്ലോ. ജനങ്ങളുടെ ഏറ്റവും വലിയ ആധിപത്യമുള്ളൊരു ദിവസമാണ് ഇന്ന്. അഥവാ ജനങ്ങളുടെ ഏറ്റവും ആധിക്യം ഉള്ളൊരു ഇടമാണ് ഇന്ന് തൃശ്ശൂർ തേക്കിൻകാട് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ചാലേ ഇതിനൊരു അപൂർവതയുണ്ട്, ഇതിനൊരു മൾട്ടി ഡൈമെൻഷണൽ ഒരു മാജിക്കൽ ബ്യൂട്ടി എന്നൊക്കെ പറയാം. ബഹുമുഖമായിട്ടുള്ള വൈവിധ്യതയുള്ള മാസ്മരികമായിട്ടുള്ള അനുഭൂതിയാണ് തൃശ്ശൂർ പൂരം. നമ്മൾ ലോകത്ത് എവിടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു നഗര നിർമ്മിതി കാണാൻ പറ്റില്ല. വടക്കുന്നാഥൻ എന്നൊരു കേന്ദ്ര ബിന്ദുവിന് ചുറ്റും സ്വരാജ് റൗണ്ടും അവിടെ പോക്കറ്റ് റോഡുകളിലൂടെ ഒഴുകിയെത്തുന്ന വിവിധ സ്ഥലങ്ങളിലെ ആളുകളും പാറമേക്കാവും തിരുവമ്പാടിയും പിന്നെ ഘടകപൂരങ്ങളും ഇപ്പോൾ കണിമംഗലവും കാരമുക്കവും ചെമ്പുക്കാവും പരമുക്കാമ്പള്ളിയും നെയ്തിലക്കാവും ലാലൂരും ചൂരക്കോട്ടുകാവും പയ്യന്തോളും ഇങ്ങനെ ഘടകപൂരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പൂരപ്രേമികൾ, ഇവരുടെ എല്ലാം ഒരു സമന്വയം. അതിൽ ജാതി മത വർണ്ണ വിഭജനങ്ങളൊന്നുമില്ല. എല്ലാവരും ഒന്നായി മാറുന്ന മാനവ സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായ പ്രതീകമാണ് തൃശ്ശൂർ പൂരം. ഞാൻ പാട്ടിനെ കുറിച്ച് ഓർമ്മ ഹരിക്ക് ഒരു 2 വരി പാടിയേ പറ്റൂ. കാരണം തൃശ്ശൂരാൻ ഇവിടെ നിന്ന് 2 വരി പൂരപ്പാട്ട് പാടി. ഹരിയുടെ സ്വന്തം പാട്ട് 2 വരി പാടി. സന്തോഷത്തോടെ പറയും, ഞാൻ പൂരമായി ബന്ധ പാട്ടുകൾ എഴുതാറുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഓരോ വർഷവും പൂരം സോങ്സ് രചനയും സംവിധാനം വെച്ച് യൂട്യൂബിലുണ്ട് ഓരോ പാട്ടുകളും. ഇവിടെ നിന്ന് ഞാൻ പാടി കേൾക്കുന്നവർക്ക് തൃപ്തി. പൂരത്തോരണവും ആനപ്പൂക്കുടയും ആകെ പൂത്തുലഞ്ഞു തൃശ്ശൂർ, ആളുമാരവവും പാണ്ടിച്ചെണ്ടകളും പാടെ പെയ്തലിഞ്ഞു തൃശ്ശൂർ. തൃശ്ശൂരിനെന്ന അഭിമാനിയുടെ വരികളാണ് അല്ലേ മധുവേട്ട? എന്റെ ഡിവിഷ് ഇപ്പൊ ഹരി പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പൂരം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ അണുതോറും പൂരം ആസ്വദിക്കുന്നത്. നമുക്കിവിടെ പോവുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കാണാം. അവരെ നമ്മൾ ശല്യപ്പെടുത്തില്ല. അവർ പൂരം ആസ്വദിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ കൊട്ട് തൊട്ട് പെരുക്കങ്ങൾ ഓരോന്നും ആസ്വദിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണിച്ചു തരാം. പൂരത്തിൽ എങ്ങനെയാണ് മുഴുകി പൂരം ആസ്വദിക്കുക എന്ന് പറയുന്നത്. ഈ ചേട്ടൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ. ഈ ചേട്ടൻ പൂരം ആസ്വദിക്കുന്ന ആളാണ്. നമ്മൾ ഈ മുഴുവൻ നേരം കൊല്ലങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. പൂരം ഓരോ സെക്കൻഡും ഒരു നേരം പോലും കളയാതെ ആസ്വദിക്കണ തൃശ്ശൂർക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ്. ആ ചേട്ടനെ നമ്മൾ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യില്ല. പൂരം കാണുക എന്ന് പറഞ്ഞാൽ ഇതും കൂടിയാണ് പൂരം. ഇങ്ങനെ ഓരോന്നും ആസ്വദിക്കുന്ന ആൾക്കാരുടെ പൂരാണ്. ആ പൂരത്തിന്റെ വൈബ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഡിവിഷൻ, ഇതാണ് വൈബ്.